മലയാള സിനിമയിൽ സ്വന്തമായൊരു സ്ഥാനം കണ്ടെത്തി അവിടെ നിന്ന് തമിഴിലും തെലുങ്കിലുമൊക്കെ വിജയക്കൊടി പാറിച്ച ആളാണ് ഫഹദിൻ്റെ പല കഥാപാത്രങ്ങളും എക്സെൻട്രിക്കും എക്സോട്ടിക്കുമാണ്. പക്ഷേ അവയെല്ലാം വളരെ തന്മയത്വത്തോടെ അഭിനയിച്ച് ഫലിപ്പിച്ച് ഫഹദ് കയ്യടി നേടിയിട്ടുണ്ട്. അതേസമയം തനിക്ക് ADHD ഉണ്ടെന്ന് ഫഹദ് ഈയടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ അത് ചെറിയ രീതിയിലേ ഉള്ളുവെന്ന് ഫഹദ് പറയുന്നുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നു. കാരണം അഡൽട്ട് ADHD ഉള്ള ഒരു വ്യക്തിക്ക് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ശ്രദ്ധയോടെ ചെയ്തു തീർക്കാൻ ബുദ്ധിമുട്ടാണ്. ദിനചര്യകൾ ചെയ്തു തീർക്കുന്നത് പോലും അവരെ സംബന്ധിച്ച് ഒരു വലിയ ടാസ്ക്കാണ്. നല്ല ബുദ്ധിയും ഐഡിയാസും ഉണ്ടായിരിക്കും, പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. ദിവാസ്വപ്നങ്ങൾ കാണുന്നത് കൂടുതലായിരിക്കും. എന്തെങ്കിലും അഡിക്ഷനും ഉണ്ടാവും. സ്ലീപ്പ് ഡിസോർഡർ ഉണ്ടാവും. ചെറിയ കാര്യം ചെയ്താലും വലിയ ക്ഷീണമായിരിക്കും. കംഫർട്ട് സോൺ വിട്ട് എന്തെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. വീട്ടിലിരിക്കാൻ താല്പര്യമുണ്ടാവും. സൈക്കോതെറാപ്പി, യോഗ, ടൈം മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഇവയിലൂടെ കൺട്രോൾഡ് ആക്കി കൊണ്ടുവരാം. ഇതൊക്കെ പണച്ചിലവുള്ള കാര്യങ്ങളാണ്. കുളിർ സംബന്ധമായ അസുഖങ്ങളും ADHDക്ക് കാരണമാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള അസുഖം വല്ലതും ഉണ്ടോയെന്ന് നോക്കി അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടെ ഓർഗനൈസ്ഡായി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇഷ്ടപ്പെട്ട മേഖല തിരഞ്ഞെടുത്ത് അതിൽ പരിശീലനം നേടി അതിൽ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങുന്നതും ഗുണകരമാണ്. മൾട്ടി ടാസ്കിങ്ങും ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതിനൊക്കെ പാരൻസ് ക്ഷമയോടെ കൂടെ നിൽക്കുകയും വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.